ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ റോഡ് അപകടങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണമായൊരു സംഭവമായിട്ട് നമുക്കൊക്കെ പറയേണ്ടി വരും. പക്ഷേ അതിലിപ്പോൾ ഇന്നിപ്പോൾ ആലപ്പുഴയായാലും വയനാടാണെങ്കിലും കൊല്ലമായാലും ഈ മൂന്നിടത്തെയും അപകടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വയനാട്ടിലും കൊല്ലത്തും ഉണ്ടായ അപകടം വളരെ പുലർച്ചെയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം സാധ്യത എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യം, അതായത് ഈ രാത്രി സമയങ്ങളിൽ ഒരു റെസ്റ്റും ഇല്ലാതുള്ള ഒരു ഈ യാത്ര, അത് എത്രത്തോളം നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും? ഉറക്കം വന്ന് ആ ഒരു ക്ഷീണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കൺട്രോൾ പോകും, അത്തരത്തിൽ വലിയൊരു അപകടം നടക്കുകയും ചെയ്യും. ഇതിന് എന്താണ് ഒരു പരിഹാരമുള്ളത്? ഈ രാത്രി സമയങ്ങളിലെ ഈ യാത്ര, എന്ത് പരിഹാരത്തിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുക? താങ്ക് യു എന്നെ വിളിച്ചതില്. കാരണം നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തം ഇന്നിപ്പോ ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളെന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത്. വയനാട്ടിലെ ഈ മഞ്ഞും തണുപ്പും കൂടി വരുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവർമാര് ഉറക്കത്തിലേക്ക് പോകും. അപ്പൊ അത് തടയാനായിട്ട് നമ്മൾ നേരത്തെ പോലീസുമായിട്ട് സഹകരിച്ചിട്ട് കട്ടൻ കാപ്പി വിതരണം ചെയ്യുമായിരുന്നു. ഇപ്പൊ വൈത്തിരി ചുരം കയറുന്നതിന് മുമ്പും ചുരം ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് സ്ഥലത്ത്, അടിവാരത്തും വൈത്തിരിയിലും, ദീർഘദൂര വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവർക്ക് നല്ല ചൂട് കട്ടൻ കാപ്പി കൊടുത്ത് അവരെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നേരത്തെ നിലവിലുണ്ടായിരുന്നു. അത് പോലീസിലെ ബഹുമാനപ്പെട്ട SP മുൻകൈ എടുത്തിട്ട് പെർമിഷൻ തന്നിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ വാഹനം തടയാൻ എനിക്ക് അധികാരമില്ല, പക്ഷെ പോലീസിനെ കൊണ്ട് നമ്മൾ തടയിച്ചിട്ട് വർത്തമാനം പറഞ്ഞ് കട്ടൻ കാപ്പി, ചൂട് കാപ്പി കൊടുത്ത് വയനാട്ടിലെ അപകടങ്ങൾ ഗണ്യമായിട്ട് കുറച്ചിരുന്നതാണ്. പക്ഷെ ഈ അടുത്ത സമയത്തൊന്നും നമുക്ക് അതിനുള്ള അനുവാദവും സൗകര്യവും കിട്ടിയിട്ടില്ല. അത് നിൽക്കട്ടെ, വയനാട്ടിലെ കാര്യം അതാണ്. പിന്നെ വയനാട്ടിലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് എങ്ങനെയാണ് മുടങ്ങിപ്പോയത്? എന്താണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യം, എന്താണ് ഇത് മുടങ്ങാനായിട്ടുള്ളത്? മുടങ്ങാൻ വെച്ചാൽ പോലീസിന് അതിനുള്ള ഫണ്ടില്ലല്ലോ. ഇതിപ്പോ ഞാനൊരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ സാറ് അവിടെ കളക്ടറായിരുന്നു. അദ്ദേഹത്തിനെ എനിക്കറിയാം, അദ്ദേഹം കോട്ടയം കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലെ റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം വയനാട് കളക്ടറായിരുന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു, യു ആർ വെൽക്കം, ഡു സംതിങ് ഹിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് വയനാട്ടിൽ നമ്മൾ തുടങ്ങിയത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടെ ചേർന്നിട്ട് അടിവാരത്ത്, അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് കയറി വരുന്ന വാഹനങ്ങൾക്ക് ഇതുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടെയും മുകളിൽ ചുരം ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വാഹനങ്ങൾക്ക് വൈത്തിരിയിലെ കുറച്ച് വൈഡായിട്ടുള്ള സ്ഥലമുണ്ട്, 4-5 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ദീർഘദൂര ലോറി ഡ്രൈവർമാര്, ഇതുമാതിരി ഇന്റർസ്റ്റേറ്റ് ഓടിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, ഇവർക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ പോലീസിൽ അതിനുള്ള മാൻ പവർ ഇല്ല. ശബരിമല സീസണാണ്, കൂടുതൽ പോലീസുകാരുടെ എണ്ണം വേണം. പക്ഷെ അതിന് പോലീസിന് വിട്ടുതരാൻ സാഹചര്യം ഇല്ല. അതുകൊണ്ട് അവിടത്തെ നിർത്തി. ഇനി മൂന്നാം കുറ്റിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടുത്തെ ഹൈവേ പോലീസിനെ, അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഹൈവേ പോലീസിനും 2022 ട്രെയിനിങ് കൊടുത്തതാണ്. ഈ KP റോഡ്, അതായത് കായംകുളം പുനലൂർ റോഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. ഈ പ്രൈവറ്റ് ബസ്സുകളുടെയും ടിപ്പർ ലോറികളുടെയും ഒരു വലിയ മത്സര ഓട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാൽനടക്കാർക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. അപകട ഭീതിയിലാണ് പൊതുജനങ്ങൾ മുഴുവൻ. പിന്നെ അവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ ബസ്സിന് KSRTCയേക്കാൾ കൂടുതൽ കളക്ഷൻ മേടിക്കാൻ വേണ്ടി കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഓവർടേക്കിംഗ് ചെയ്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് KSRTC പിന്നിൽ ഇടിക്കാനുള്ള കാരണം. അപ്പൊ അത് നിയന്ത്രിക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസുമാണ്. ഇപ്പോ കായംകുളത്ത് സബ്-RTO കൊണ്ട് അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഗ്രൂപ്പിനെ ഇറക്കിക്കൊണ്ട് ഇത്തരം ബസ്സുകളെ തടയണം. അതായത് കൂടുതൽ സമയമൊന്നും വേണ്ട. ഈ പീക്ക് അവറിലെ മോർണിംഗ് പീക്കിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ ഈ ഈവനിങ് പീക്കില് കുട്ടികള് കോളേജോ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള മത്സരോട്ടം നടക്കുന്നത്. അത് തടയാനായിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട് പോലീസും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയും കായംകുളം സബ്-RTOയും കൂടി റോഡിൽ ഇറങ്ങി വാഹനങ്ങളെ തടയും. എന്നാൽ പോലീസ് പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായാൽ തന്നെ വാഹനങ്ങളുടെ സ്പീഡ് കുറയും. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ, അത് എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, കൊല്ലത്ത് നടന്നേക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ചോദിക്കാനും പറയാനും റോഡിൽ ഇന്ന് ആരും ഇല്ല എന്നുള്ള നിലയിലേക്ക് റോഡ് സുരക്ഷ അതപ്പതിച്ചേക്കാണ്, പാളം തെറ്റിയേക്കാണ്.
ഇത് കൊല്ലത്തേത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ലോറി അമിത വേഗത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ തീർത്ഥാടകരുടെ ബസ്സിലേക്ക് വന്ന് ഇടിച്ചു കയറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പറഞ്ഞതുപോലെ സ്പീഡ്, അതാണ് നമുക്കിപ്പോൾ പ്രൈവറ്റ് ബസ് ആണെങ്കിലും പ്രൈവറ്റ് ബസ് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മലയാളി ആദ്യം ചോദിക്കുന്നത് സ്പീഡിലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, പ്രൈവറ്റ് ബസ്സായാലും ഇപ്പോൾ KSRTC പോലുള്ള ബസ്സുകളും അത് തുടങ്ങിയിട്ടുണ്ട്. അത്രത്തോളം സ്പീഡിൽ തന്നെയാണ് ഈ മത്സര ഓട്ടം എന്നുള്ളൊരു കാര്യം. അത് വലിയൊരു അപകടം നടന്ന് ഒരുപാട് ജീവൻ പൊലിഞ്ഞു കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണമൊക്കെ കുറച്ച് കാലത്തേക്കൊക്കെ നടത്താറുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടി തന്നെ ആവുകയാണ് കാര്യങ്ങൾ. അപ്പോഴും ഈ അപകടത്തിന്റെ ഒരു കാരണം അതിനെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാര്യം ഈ അപകടം ഉണ്ടായത് മൂന്നാംകുറ്റി എന്ന് പറയുന്ന സ്ഥലം ഏകദേശം സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ഥലമാണ്. കാര്യം കായംകുളം മുനിസിപ്പൽ ഏരിയ അങ്ങോട്ട് കഴിയുകയാണ്. എന്നിട്ട് പള്ളിക്കൽ പഞ്ചായത്താണെന്ന് തോന്നുന്നു, അതോ കറ്റാടം പഞ്ചായത്തോ മറ്റുമാണ്. അപ്പോൾ ആ ഒരു ബോർഡറിൽ സാധാരണ രീതിയിൽ ഒരു ചെക്കിംഗ് ഒക്കെ വേണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് വാഹനം മോട്ടോർ വെഹിക്കിളിന്റെ ഒക്കെ നിർത്തിയിട്ടിട്ട് വണ്ടികൾ അവരെ കാണുമ്പോൾ ഇത്തിരി വേഗത കുറയ്ക്കും. ഇപ്പൊ ആലപ്പുഴ ഉണ്ടായ ദുരന്തം, 5 പേര് മരിക്കാനിടയായ ദുരന്തത്തിന് ശേഷവും ജില്ലാ ഭരണകൂടം ഉണർന്നിട്ടില്ല. മുമ്പൊക്കെ എല്ലാ മാസവും റോഡ് സുരക്ഷാ കൗൺസിൽ മീറ്റിംഗ് ജില്ലാതലത്തിൽ കൂടും. ഞാൻ അങ്കമാലിക്കാരനാണ്. ഞാൻ പൈസ മുടക്കി ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഇപ്പൊ എന്റെ നിർദ്ദേശങ്ങൾ ഞാൻ ജില്ലാ കളക്ടറോടും SP യോടും ഒക്കെ പറയുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കളെ മാതിരിയുള്ള മീഡിയകൾ കൊണ്ടുവരുന്ന ഒരു പ്രാധാന്യം മാത്രമേ കാണുന്നുള്ളൂ. സർക്കാർ തലത്തിൽ, ജില്ലാ തലത്തിൽ ഇതിനെപ്പറ്റി യാതൊരു നീക്കവും ഉണർവും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഞാൻ ദുഃഖത്തോടെ അറിയിക്കട്ടെ. മറ്റൊരു കാര്യമുള്ളത്, ഈ റോഡിൽ കുണ്ടും കുഴിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന് പരാതിപ്പെടാറുണ്ട്, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്നുള്ളത്. പക്ഷേ നേരായ റോഡാണെങ്കിലും ഇതാണ് അവസ്ഥ. കാരണം അത്രത്തോളം സ്പീഡിലേക്ക് ഡ്രൈവർമാർക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കൂടി ആവുകയല്ലേ ഈ കുണ്ടും കുഴി ഇല്ലാത്ത നിരപ്പായ റോഡുകൾ. അതെ, വളരെ ശരിയായിട്ടാണ് താങ്കൾ പറഞ്ഞത്. കാര്യം നമ്മളുടെ റോഡുകൾ ദേശീയ തലത്തിലുള്ള BM and AC, അതായത് ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് ആസ്ഫാൾട്ട് കോൺക്രീറ്റ്, അല്ലെങ്കിൽ ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് മെക്കാഡം കോൺക്രീറ്റ്, ഈ മെക്കാഡം റോഡുകൾ വന്നപ്പോഴേക്കും വേഗത കൂട്ടാൻ പ്രേരിപ്പിക്കും. കാര്യം അത് നമ്മൾ ഗ്ലാസിന്റെ മുകളിലൂടെ വാഹനം ഓടിക്കുന്ന പോലെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡപ്പ് ചെയ്യാൻ വാഹനങ്ങളെ പ്രേരിപ്പിക്കും. പക്ഷെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. ഇപ്പൊ ആലപ്പുഴ 5 കുട്ടികളുടെ മരണത്തിന് കാരണവും വണ്ടി സ്കിഡാകും. മഴയത്ത് ഈ റോഡിന്റെ മുകളിൽ വെള്ളപ്പാളികൾ, അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചു പോകുന്നതിന് മുകളിലൂടെ ആയിരിക്കും വാഹനം ഓടുന്നത്. റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് നഷ്ടപ്പെടും. അപ്പോൾ ഈ BM and AC റോഡുകൾ വന്നതിന് ശേഷം, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അങ്കമാലി ടു തിരുവനന്തപുരം MC റോഡുണ്ട്. MC റോഡിൽ പഴയ കാലത്ത് അത് BM and AC ചെയ്യുന്നതിന് മുമ്പ് ഒരു അപകടം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ 225 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഡെയിലി 2 പേര് മരിക്കുന്നുണ്ട്. ഏകദേശം 48 അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോ റോഡ് വീതി കൂട്ടുക, റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ ഡ്രൈവർക്ക് ഓവർ സ്പീഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടാതെ ഇപ്പൊ ചില പിക്കപ്പുകൾ, വാഹനങ്ങളെല്ലാം തന്നെ ഈ ടർബോ എഞ്ചിൻ്റെ ആയിട്ടുള്ള കുതിരശക്തി കൂടിയ വാഹനങ്ങൾ അമിതമായ വേഗത എടുക്കാൻ നിസ്സാര സമയം കൊണ്ട് പറ്റും. കൂടാതെ ഈ വാഹനങ്ങൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട്, കാര്യം അവരോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് റോക്കറ്റ് മാതിരിയാണ് പോകുന്നത്. ഇതൊക്കെയാണ് അടിസ്ഥാന എൻഫോഴ്സ്മെന്റിന്റെ ഒരു ഫെയിലുവർ തന്നെയാണെന്ന് പറയാം. ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഇന്നലെ ആലപ്പുഴയിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയൊക്കെ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ വീണ്ടും പരിശോധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പരിശോധന കർശനമായി തന്നെ ഇനിയുമുള്ള ദിവസങ്ങൾ വേണ്ടേ? അത് പ്രൈവറ്റ് ബസ്സിനെയും KSRTC ബസ്സിനെയും ഉൾപ്പെടെ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഒരു സ്പീഡ് ലിമിറ്റ് അത് നിയന്ത്രിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾക്കെല്ലാം ബിൽറ്റ് ഇൻ സ്പീഡ് ഗവർണേഴ്സ് ഉണ്ട്. അപ്പൊ സ്പീഡ് ഗവർണർ ഇത് അഴിച്ചു മാറ്റിയിട്ടാണ് ഇവര് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ പോകാനുള്ളത് 100 കിലോമീറ്ററിലേക്ക് എത്താവുന്ന കുതിരശക്തി എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഗവേൺ ചെയ്യുന്ന ആ ഡിവൈസ് അവർ എടുത്തു മാറ്റും. അപ്പോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുടെ കുറവുണ്ട്, വാഹനങ്ങളുടെ കുറവുണ്ട്, ഇന്ധനം കൊടുക്കാനുള്ള പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ പലതുകൊണ്ടും ബുദ്ധിമുട്ടിലാണ് MVD ഇത്. പിന്നെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് 1980 കൊടുത്തിട്ടുള്ള സ്ട്രെങ്ത് മാത്രമേ ഓരോ സ്റ്റേഷനിലും ഉള്ളൂ. അപ്പൊ ശബരിമല സീസൺ വന്നപ്പോഴേക്കും നല്ലൊരു വിഭാഗം ശബരിമല ഡ്യൂട്ടിക്ക് പോയി. പിന്നത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ പുതിയ ഡ്യൂട്ടികൾ പോലീസിന് വന്നു ചേർന്നു. അവരുടെ തോളത്ത് വന്നതിൽ ഏറ്റവും പ്രധാനം ജനമൈത്രി പോലീസിങ്.
അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് 1-2 പോലീസുകാർ അതിനെ മാറ്റപ്പെട്ടു. പിന്നെ പുതിയ പുതിയ കേസുകളുടെ എണ്ണം, ഇപ്പൊ തന്നെ കഞ്ചാവ് കേസ്, നർക്കോ കേസസ്, പിന്നെ പീഡന കേസുകൾ, കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കൂടിയപ്പോൾ പോലീസിന് ഒട്ടും വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ട്രാഫിക് സേഫ്റ്റി മാത്രമാണ്. പിന്നെ ഇപ്പൊ ഹൈവേ പോലീസ്, ഇപ്പൊ ഞാൻ കേരള കിലോ 51 തോന്നുന്നു, അടൂർന്ന് കായംകുളം വരെയുള്ള ഒരു ഹൈവേ പോലീസ് ഉണ്ട്. അതിന്റെ പരിശീലനമായിട്ട് ഞാൻ ആ റൂട്ടിൽ 15 ദിവസം ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ അപകട മേഖലകളെല്ലാം അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ള. പക്ഷേ സ്ഥിരമായിട്ടൊരു പരിശീലനമോ ഒരു മോണിറ്ററിങ്ങോ നമ്മുടെ കേരള ഹൈവേ പോലീസിന് കിട്ടുന്നില്ല എന്നുള്ള സത്യവും വേറെയാണ്. പിന്നെ ഹൈവേ പോലീസ് വാഹനത്തിന് ഇന്ധനം കൊടുക്കുന്നില്ല, അവരുടെ ടയർ മൊട്ടയായ പുതിയ ടയർ കൊടുക്കുന്നില്ല. ഇങ്ങനെ പല പരാധീനതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് 5 പേര് മരിച്ചപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉണർന്നത്. പക്ഷെ സർക്കാർ സംവിധാനം ഇന്ന് വരെ ഉണർന്നിട്ടില്ല എന്നുള്ള ദുഃഖ സത്യം കൂടി ഞാൻ പറയട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.